അനീഷേട്ടൻ്റെ ഇൻസ്റ്റന്റ് എടുത്ത് നോക്ക്. ഇത്രയും വലിയ പാർട്ടിയൊക്കെ നടത്തിയിട്ട് തെണ്ടികള് നമ്മളെയൊന്നും വിളിച്ചില്ലല്ലോ. മോനെ ഈ അനീഷേട്ടനെ ടാഗ് ചെയ്ത പോസ്റ്റ് എടുത്ത് നോക്ക്. എടാ മാമ, അയ്യോ ഉമ്മ വെക്കുന്നു. മഴവില്ല്. എന്റെ ചെക്കന്റെ കാര്യം വിചാരിക്കുമ്പോ കല്യാണത്തിന് കാര്യം ഞാള് കണ്ടുപിടിച്ച് മുത്തുമേ ഞാള് കണ്ടുപിടിച്ച്. എന്തെന്നാണ് ഇവൻ പറയുന്നത്? മറ്റേതാന്ന് മഴവില്ല്. മഴവില്ല ആന്നത് എന്ത് മഴവില്ല് മറ്റേതാന്ന് എന്ത് കുറുക്കനാ? അത് നിങ്ങൾ എന്താ ചിലക്കുന്നത്? കുട്ടനാ കുട്ടൻ പക്കാ കുട്ടൻ. പറഞ്ഞോളാം പെർക്കിയ ബേബി ബേബി എന്റെ കല്യാണം ക്യാൻസൽ ആയിരിക്കണം ബേബി. കാസർഗോഡ് തൊട്ട് പാറശാല വരെ എവിടെയാണെങ്കിലും ഞാൻ ഓക്കെയാണ്. ഉറപ്പിച്ച് 22-ന് തന്നെ നീ എന്റെ കല്യാണം നടത്തി തരണം ബേബി. സാർ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ. എന്താ അതിന്റെ റിക്വസ്റ്റ്? സാർ ഇപ്പോൾ സാർ നോക്കുന്നത് ഒരു 22 മുതൽ 29 വരെയുള്ള കുട്ടികളെയാണ്. അത് മാറ്റി ഒരു 30-35 ആക്കുകയാണെങ്കിൽ ഞങ്ങളുടെ 30 കഴിഞ്ഞ് ഒരുപാട് നല്ല കുട്ടികളുണ്ട് സാർ. ബേബി ഞാനൊന്ന് വഴങ്ങി തന്നു വെച്ച് എന്റെ മേത്ത് കയറി കളിക്കറ ബേബി. 30 കഴിഞ്ഞാളൊന്നും പെൺകുട്ടികളല്ല ബേബി, ഓളെല്ലാം തള്ളച്ചുകളാണ്, തള്ളച്ചുകള്. അതിനെല്ലാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗർഭം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഞാൻ കൃത്യമായിട്ട് എനിക്ക് പൈസ തരുന്നില്ലേ ബേബി. പോയി പണിയെടുക്ക് ബേബി, പോയി പണിയെടുക്ക്. So guys, today we're going to look into an article that explores this concept called challenging conventions in age gap relationships. Throughout literature, others have challenged presenting such relationships through their work enables writers to shatter societal norms related to love while showing രാജേഷേ നീ തിരക്കിലാണ്? എന്നെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടടാ ഞാൻ തിരക്കിലാന്ന്. നീ ഒന്നിങ്ങ് വന്നേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? നീ കുട്ടനല്ലേടാ? കുട്ടൻ കണ്ടിട്ട് എന്താ? എന്നെ വിട്ടാ പുറമ്പോക്ക് പോടാ. ഇനി ഇവിടുന്ന് സേഫ് അല്ല, ഇങ്ങോട്ട് വന്നേ. റെഡിയാണല്ലോ? നോക്കിപ്പോ വരും. ദാഹിക്കുന്നുണ്ടല്ലേ? കുടിക്ക്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നമ്മുടെ പാർട്ടി പങ്കെടുത്ത കംപ്ലീറ്റ് ചെക്കന്മാരെ നീ ഇവിടെ ചുമ്മാ വയ്ക്കുന്നുണ്ടല്ലോ. എത്ര പെണ്ണുങ്ങളുണ്ടായിരുന്നു അവിടെ? ഏതേലും ഒന്നിലിട്ട് നീ പോയാ? നീ ഇവിടെ ചുമ്മാ വെച്ച ചെക്കൻ ആരാന്നറിയോ? എടാ ഞാൻ കള്ളിന്റെ പുറത്ത് അറിയാണ്ടെന്തെങ്കിലും ചെയ്തു പോയതായിരിക്കും. ഇനി എല്ലാം കൂടെ വീഡിയോ പിടിച്ച് ബാക്കിയുള്ളവരായിട്ട് നാറ്റിക്കുക. ഇന്നെ പോലെ തന്നെ വേണോടാ ചങ്ങായിട്ട് കൊണ്ട് കിടക്കാൻ. സോറി മാൻ, ഞാൻ നിന്നെ മോശക്കാരനാക്കിയതല്ല, നിന്നെ വെളിപ്പെടുത്തിയതാണ്. കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ആ ഗോപി ഒഴിച്ച് നീ കണ്ട വേറെ ഏതെങ്കിലും ഒരു പെണ്ണെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? പറ. ഇല്ല. എനിക്ക് സംശയം പണ്ടുണ്ട്. കാരണം നീ ഒരു കുത്തുസീഡി കാണാറില്ല, ഞാനെന്റെ നടുപ്പേജ് നീ കീറി നോക്കാറില്ല. പെണ്ണുങ്ങളെ കാണുമ്പോ നീ വികാരഭരിതനാവാറില്ല. ഓറെ വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ, എന്തിന് വേണ്ടാത്ത സ്ഥലങ്ങളിൽ പോലും നീ നോക്കാറില്ല. പണ്ട് മമ്മൂക്ക പറഞ്ഞ പോലെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സാർ. സൂര്യൻ ഒരു നാളെ കറുത്ത മറന്നേക്ക് പുറത്ത് വരും. അങ്ങനെ മറന്നേക്ക് പുറത്ത് വന്ന കുട്ടനാണ് അത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയമാണ് ഇനി വരാൻ പോകുന്നത്.
ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട് സാർ. സൂര്യൻ ഒരു നാളെ കറുത്ത മറന്നേക്ക് പുറത്ത് വരും. അങ്ങനെ മറന്നേക്ക് പുറത്ത് വന്ന കുട്ടനാണ് കുട്ടൻ. ചോദ്യോത്തര ജനാലയിലേക്ക് പ്രവേശിക്കുവാൻ ഇവിടെ ഞെക്കുക. നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങളെ സംശയത്തോടെ നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അതേ ലിംഗത്തിൽ പെടുന്ന ആളെ ചുംബിച്ചിട്ടുണ്ടോ? എതിർ ലിംഗത്തിലൊരു പങ്കാളിയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? A+ വിഭാഗത്തോട് എപ്പോഴെങ്കിലും മമത തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നേരായ ലൈംഗിക ചിത്രങ്ങൾ കണ്ട് അറപ്പ് ഉളവായിട്ടുണ്ടോ? ഉത്തരങ്ങൾ പരിശോധനയിൽ ആണ്. കാത്തിരിക്കൂ. അഭിവാദ്യങ്ങൾ. നിങ്ങളൊരു അനുരാഗി ആവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. അതൊരാണാവാം, പെണ്ണാവാം, എന്തു ആവാം. ജയേഷ് എന്താ ഇത്ര രാവിലെ? പുരയിലിരുന്നിട്ടൊരു സമാധാനമല്ലേ സാർ? പോര, വേണ്ട, എൻ്റെ ക്യാബിനിലേക്ക് വാ, നമുക്ക് സംസാരിക്കാം. താൻ പാടോ. ഞങ്ങൾ കുറച്ചു പേരിവിടെ ഉണ്ടായിരുന്നു. നീ തേടേണ്ടത് തേടിയില്ല, കാണേണ്ടത് കണ്ടില്ല. ജയേഷിന് ഓർമ്മയുണ്ടോ? ജയേഷ് ഒരു ദിവസം പൂക്കൾ നിറഞ്ഞ ഷർട്ടിട്ടുകൊണ്ട് വന്നത്. ഇളം കാറ്റ് ജയേഷിന്റെ മുടിയിലൂടെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാ, ഈ നായരുകുട്ടിയെ ഒരുത്തിക്കും ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന്. ഓൻ എന്റെയാന്ന്. സുഹൃത്തായിട്ട് കണ്ടൂടെ? സുഹൃത്താണ് എന്നെ ഒന്നും ചെയ്യരുത് സാർ, എന്നെ നശിപ്പിക്കരുത് സാറിന് എന്നെ ഒരു അനിയനായിട്ട് കണ്ടൂടെ? You have no idea how badly I wanted this. ബാബുട്ടാ, no! വേണ്ട, ബാബുട്ടാ, no! Slow അല്ല ബാബുട്ടാ, no! No means no! ബാബുട്ടാ! നീ എന്താടാ എന്നെ ചെയ്ത? നീ അപ്പുറത്തെ ലക്ഷ്യം വരയ്ക്കുന്നില്ല. ചെയ്യാൻ പറ്റിയ ഒരു മുതല് എല്ലാ വൈകുന്നേരം കിടന്നിറങ്ങി ഓരോ സ്വപ്നവും കാണും. പിന്നെ ആരായി അറിയുന്നത്? ഇങ്ങോട്ട് കയറ്റിയേ. ഇറങ്ങടാ എന്റെ ഫ്ലാറ്റ്. അമ്മ എന്റെ ഫ്ലാറ്റാണോ? ഞാനിവിടെ വെറുതെ വിടില്ല.